ഹായ് എവരിവൺ, വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് നമ്മൾ ഇനി തൊട്ട് വീക്ക്ലി ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. സോ ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂട്യൂബ് ചാനലിൽ ചെന്ന് അവിടുന്ന് വീഡിയോ കാണാവുന്നതാണ്. അതിന് മുമ്പുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് കാണാത്തവർ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ കാണുക. ബിക്കോസ് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ കറണ്ട് അഫയേഴ്സിന് ഒരു 50 ക്വസ്റ്റ്യൻസ് കൂടി നോക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിൽ ആ 50 ക്വസ്റ്റ്യൻസിന്റെ ക്വിസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ആ വീഡിയോ കാണാത്തവർ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ക്വിസിന് ജസ്റ്റ് മുമ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന് ഇതിന്റെ ക്വിസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഓഗസ്റ്റിന്റെ ഫസ്റ്റ് വീക്ക്, ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓഗസ്റ്റ് 1 ടു ഓഗസ്റ്റ് 7 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ബ്രിക്സ് എൻവയോൺമെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നായിരുന്നു. അപ്പം എത്രാമത്തെ മീറ്റിംഗ് ആയിരുന്നു അത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിന്റെ 2020 പ്രസിഡൻസി കൺട്രി ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ബ്രിക്സിന്റെ എൻവയോൺമെന്റ് മിനിസ്റ്റേഴ്സ് സമ്മിറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് റീസെന്റ് നടന്നായിരുന്നു. അപ്പൊ ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് 6ാമത്തെ മീറ്റിംഗ് ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് നമ്മുടെ റഷ്യയാണ്. 2020 ബ്രിക്സ് കൺട്രിയുടെ പ്രസിഡൻസി കൺട്രി എന്ന് പറയുന്നത് റഷ്യയാണ്. സോ ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2021 ഇനി വരാൻ പോകുന്ന ഇയറിൽ ഈ ബ്രിക്സ് കൺട്രീസിന്റെ പ്രസിഡൻസി കൺട്രി ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിക്കോസ് അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് ഇന്ത്യയാണ് 2021 ബ്രിക്സ് കൺട്രീസിന്റെ പ്രസിഡൻസി കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ബ്രിക്സ് കൺട്രി എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക കൂടി ചേരുന്നതാണ് ബ്രിക്സ് കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രസിഡൻസി കൺട്രി ഇപ്പോഴത്തെ 2020 റഷ്യയും വരുന്ന ഇയറിൽ 2021 ഇന്ത്യയുമാണ്. നെക്സ്റ്റ്, ഓക്കെ, ജപ്പാന്റെ എനർജി കമ്പനി കൂടിയായ ജെറയുടെ കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ റിലയൻസ് പവർ കൂടി ചേർന്ന് ഏത് കൺട്രിയിലാണ് 745 മെഗാവാട്ടിന്റെ നാച്ചുറൽ ഗ്യാസ് കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് കൊണ്ടുവരാൻ പോകുന്നത്? സോ ഈ ഒരു പ്രോജക്ട് ചെയ്യുന്നത് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിലയൻസ് പവറും അതേപോലെ ജപ്പാനിലെ എനർജി ഇൻഡസ്ട്രി കൂടിയായ ജെറ എന്ന് പറയുന്ന 2 കമ്പനി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പവർ പ്രൊജക്ട് കൊണ്ടുവരുന്നത് നമ്മളുടെ ബംഗ്ലാദേശിലാണ് ഈ ഒരു പവർ പ്രൊജക്ട് കൊണ്ടുവരുന്നത്. സോ എവിടാണ് ഈ ഒരു പവർ പ്രൊജക്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനു വേണ്ടി 2 കൺട്രി കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $642 മില്യൺ ആണ് ഇതിന്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അതേ സെയിം ഇന്ത്യൻ മണിയിൽ ആ വാല്യൂ പറയുകയാണെങ്കിൽ 4798 crores ആണ് ഇതിനു വേണ്ടി ചെലവാക്കാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2 കമ്പനി കൂടി ചേർന്ന്. നെക്സ്റ്റ്, ഓക്കെ, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് ഇതിന്റെ അഡീഷണൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? സോ ആ അപ്പോയിന്റ് ചെയ്ത ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു അപ്പോയിന്റ് ചെയ്ത ആള് എന്ന് പറയുന്നത് നമ്മുടെ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫോർമർ ഗവർണർ കൂടിയായ ഉർജിത് പട്ടേലിനെയാണ് അഡീഷണൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഉർജിത് പട്ടേലിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. ഇനി ഉർജിത് പട്ടേലിനെ കുറിച്ച് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഷ്യൂർ ക്വസ്റ്റ്യൻ അടുത്ത എക്സാംസിൽ വരാൻ പോകുന്ന ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉർജിത് പട്ടേലിന്റെ റീസെന്റ് ഒരു ബുക്ക് റീസെന്റ് വന്നായിരുന്നു. അപ്പൊ ആ ഒരു കറണ്ട് അഫയർ നമ്മൾ ഏകദേശം 1.5 ആഴ്ച മുമ്പുള്ള ഒരു കറണ്ട് അഫയറിന്റെ വീഡിയോയിൽ ആ ഒരു സംഭവം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതാണ് ആ ഉർജിത് പട്ടേലിന്റെ ആ ഒരു ബുക്ക്? അപ്പൊ ഉർജിത് പട്ടേലിന്റെ ആ ബുക്ക് എന്ന് പറയുന്നത് ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്നാണ് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക. ഉറപ്പായിട്ടും ആ ഒരു ബുക്ക് തന്നിട്ട് അതിന്റെ ഓതർ ആരാണ് എന്ന് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്കമിങ് എക്സാമില്. ഇപ്പൊ ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്നാണ് ബുക്കിന്റെ പേര്. നെക്സ്റ്റ്, പെർസീവറൻസ് എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ മാർസ് മിഷന്റെ റോവറിന്റെ പേരാണ്?
പെർസിവറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാസ, നമുക്കറിയാം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ മാർസ് മിഷൻ, 5ാമത്തെ മാർസ് മിഷന്റെ റോവറുടെ പേരാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു റോവർ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് റോവർ കൂടിയാണ്. അപ്പം അതിന്റെ പേരാണ് പെർസിവറൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഏത് ഓർഗനൈസേഷന്റെ ആണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതെന്ന് പറയുന്നത് നാസയുടെ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിലൊരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു റോവർ ആക്ച്വലി ഒരു ഹെലികോപ്റ്റർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹെലികോപ്റ്റർ ക്യാരി ചെയ്യാനുള്ള എയിം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാർസിൽ ഇറങ്ങിയതിനു ശേഷം ആ ഒരു ഹെലികോപ്റ്ററുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരിക്കും, ലൈക്ക് ഒരു വേറെ ഒരു പ്ലാനറ്റില് ആദ്യത്തെ എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും അതെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ടാഗ് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഹെലികോപ്റ്ററിനെ ഈ ഒരു പ്രൊജക്ടിന്റെ അകത്ത് ഈ ഒരു റോവറിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ വേറെ ഒരു പ്ലാനറ്റിലെ ഫസ്റ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കറണ്ട് അഫയേഴ്സിന്റെ മാസ് മിഷനെ കുറിച്ച് സംസാരിച്ച കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു എക്സ്പെക്ടഡ് ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന റോവറിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ 1 ഇയർ അല്ല, മാർസിന്റെ 1 ഇയർ ആണ്. അപ്പൊ മാർഷ്യൻ ഇയർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഒരു മാർഷ്യൻ ഇയർ എന്ന് പറയുന്നത് എത്ര എർത്ത് ഇയർ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഒരു മാർഷ്യൻ ഇയർ എന്ന് പറയുന്നത് 2 എർത്ത് ഇയർ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മേ ബി അപ്കമിംഗ് എക്സാമിൽ ചോദിക്കാം ഒരു മാർഷ്യൻ ഇയർ അല്ലെങ്കിൽ ഒരു മാർസ് ഇയർ എന്ന് പറയുന്നത് എത്ര എർത്ത് ഇയർ ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു മാർസ് ഇയർ എന്ന് പറയുന്നത് 2 എർത്ത് ഇയർ ആണ്. നെക്സ്റ്റ്, റീസെന്റ് നിതിൻ ഗഡ്കരി ഒരു ബ്രിഡ്ജ് ഇന്നോഗ്രേറ്റ് ചെയ്തു, ഒരു അപ്സ്ട്രീം കാരിയേജ് വേ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് അത് ഇന്നോഗ്രേറ്റ് ചെയ്തു. അത് ആ ഒരു ബ്രിഡ്ജിന്റെ നെയിം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ബ്രിഡ്ജ് എന്നാണ് അതിന്റെ നെയിം എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ആ ബ്രിഡ്ജ് ഇന്നോഗ്രേറ്റ് ചെയ്തത്? റീസെന്റ് മഹാത്മാഗാന്ധി ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് ഇന്നോഗ്രേറ്റ് ചെയ്തത് ബീഹാറിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗംഗാ റിവറിന്റെ മേളിൽ കൂടെയാണ് ആ ഒരു സംഭവം പോകുന്നത്. അപ്പൊ ബീഹാറിലാണ് ഈ ഒരു മഹാത്മാഗാന്ധി ബ്രിഡ്ജ് റീസെന്റ് നിതിൻ ഗഡ്കരി ഇന്നോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഗ്രാമോദ്യോഗ് വികാസ് യോജന, ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? ഏത് സംഭവത്തിന്റെ മാനുഫാക്ചറിംഗിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്? സോ ഈ ഒരു സംഭവം ഗ്രാമോദ്യോഗ് വികാസ് യോജന, ഈ ഒരു സംഭവം വരുന്നത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഏത് പ്രൊഡക്റ്റിനെ മാനുഫാക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗർബത്തിയുടെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്, ഈ ഒരു യോജന കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇതിലൊരു ഇമ്പോർട്ടന്റ് സംഭവം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അത് നോക്കിയാൽ അറിയാം, അഗർബത്തി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൊഡക്റ്റിന് വേണ്ടി വരെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓരോ യോജനാസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു യോജന ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ കുറെ ദിവസമായിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണാറുണ്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ ഒരു മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന്റെ ഓരോ സെക്ടറിന്റെയും സപ്പോർട്ട് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി COVID-19 സിറ്റുവേഷൻ കൂടി ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ യോജനാസ് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഇതുവരെ കൊണ്ടുവന്നതിലുള്ള ഏറ്റവും ചെറിയൊരു കാറ്റഗറി ഓഫ് ഗ്രൂപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഒരു യോജനയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത് അഗർബത്തിക്ക് വേണ്ടിയുള്ള മാനുഫാക്ചറിംഗിന്റെ സപ്പോർട്ടിന് വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ അണ്ടറിലാണ് ഈ സംഭവം വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ റിപ്പോർട്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ജൂൺ 2020. അപ്പൊ ഈ റിപ്പോർട്ട് റീസെന്റ് ഏത് മിനിസ്ട്രിയാണ് കൊണ്ടുവന്നത്? അപ്പൊ ഇന്ത്യ റിപ്പോർട്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ 2020, ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത് നമ്മുടെ HRD മിനിസ്ട്രിയാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത്. ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ചിൽഡ്രൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന ചിൽഡ്രൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. സോ അഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് റിപ്പോർട്ടാണ്. സോ ഏത് മിനിസ്ട്രി ആണ് കൊണ്ടുവന്നത് എന്നുള്ളതായിരിക്കും മേ ബി എക്സാമിൽ ചോദിക്കാൻ ചാൻസ്. അപ്പം അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, ഇന്ത്യയും ഏത് കൺട്രി കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ റീസെന്റ് 8 മില്യൺ പൗണ്ട്സിന്റെ മെഡിസിനൽ റിസർച്ചിന് റീസെന്റ് കൊളാബറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തത്?
£8 million അല്ലെങ്കിൽ 78 crores ആണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു എമൗണ്ട് കേട്ടാ അറിയാം മില്യൺ പൗണ്ട്സിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഇന്ത്യയും UK കൂടിയാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ £8 million മെഡിസിനൽ റിസർച്ചിന് വേണ്ടി. നെക്സ്റ്റ് 66th എസ്കോച്ച് സമ്മിറ്റ് റീസെന്റ് നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അപ്പം ഈ ഒരു 66th എസ്കോച്ച് സമ്മിറ്റിന്റെ അവാർഡ്സ് റീസെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ ഗോൾഡ് അവാർഡ്, എസ്കോച്ച് ഗോൾഡ് അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഓക്കെ, സോ ഈ 66 എത്രാമത്തെ സമ്മിറ്റ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 66ാമത്തെ സമ്മിറ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ന്യൂഡൽഹി വെച്ചാണ് നടന്നത്, വെർച്വലി ആണ് നടന്നത്, പക്ഷെ ന്യൂഡൽഹി വെച്ചാണ് നടന്നത്. അപ്പം ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിനാണ് ഈ പറയുന്ന എസ്കോച്ച് ഗോൾഡ് അവാർഡ് 2020 ലഭിച്ചേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യയും ഏത് കൺട്രി കൂടിയാണ് റീസെന്റ് കൊളാബറേറ്റ് ചെയ്തത് റാപ്പിഡ് ടെസ്റ്റിംഗ് ഫോർ COVID-19 ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി? അപ്പം ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്നിട്ടാണ് റീസെന്റ് കൊളാബറേറ്റ് ചെയ്തത് റാപ്പിഡ് ടെസ്റ്റിംഗ് ഫോർ COVID-19 ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡിന്റെ അകത്ത് തന്നെ റിസൾട്ട് തരുന്ന രീതിയിലുള്ള ടെസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റീസെന്റ് ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്തത് ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്നാണ്. നെക്സ്റ്റ്, ഗ്രീൻ ലൈറ്റ്സ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? ഗ്രീൻ ലൈറ്റ്സ്. അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് ഓസ്കാർ വിന്നിംഗ് ആക്ടർ കൂടിയായ മാത്യു മക്കോൺഗെ ആണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റീസെന്റ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു. ആ പ്രൊജക്ടിന്റെ നെയിം എന്ന് പറയുന്നത് മാഗ്നെറ്റ് പ്രൊജക്ട് എന്നാണ് ആ പ്രൊജക്ടിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നെറ്റ് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര അഗ്രി ബിസിനസ് നെറ്റ്വർക്ക് പ്രൊജക്ട് എന്നാണ് ആ മാഗ്നെറ്റ് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്ര അഗ്രി ബിസിനസ് നെറ്റ്വർക്ക് പ്രൊജക്ട്. അപ്പം ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മഹാരാഷ്ട്ര സ്റ്റേറ്റിലുള്ള ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. അടുത്ത 6 വർഷത്തേക്കുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫണ്ടിങ് ചെയ്യുന്ന ഏജൻസി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മൊത്തം ഇതിനു വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 crores ആണ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ 1000 crores ആരാണ് അലോട്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഫണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു സംഭവം ആ ഒരു 1000 crores 70% എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 crores ഫണ്ടിങ് ചെയ്യുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഫണ്ടിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്. അപ്പം ഈ ഒരു പ്രൊജക്ട് ഫണ്ടിങ് ചെയ്യുന്ന ആരാണ് എന്നായിരിക്കും എക്സാമ്പിൾ ചോദിക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഇതിന്റെ ഒരു ഫണ്ടിങ് ചെയ്യുന്നത്. അപ്പം 70% ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ബാക്കി 30% മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് റീസെന്റ് ഡ്രോൺസ് യൂസ് ചെയ്ത് ഏരിയൽ സീഡിംഗ് ചെയ്തത് അവരുടെ സ്റ്റേറ്റിലെ ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഗ്രീൻ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി വാരിവല്ലീസ് ഏരിയാസിലുള്ള ഗ്രീൻ കവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി? സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഏരിയ കേൾക്കുമ്പോൾ അറിയാം. ഒരു സംഭവം എന്ന് പറയുന്നത് ഹരിയാനയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹരിയാനയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഏരിയൽ സീഡിംഗ് വഴി ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ ഗ്രീൻ കവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റീസെന്റ് ഡ്രോൺസ് യൂസ് ചെയ്ത് ഈ ഒരു സംഭവം ചെയ്തത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയൽ സീഡിംഗ് ഡ്രോൺസ് ആക്ച്വലി ഡിസൈൻ ചെയ്തത് IIT കാൺപൂർ ആണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തത്. സോ മേ ബി അതും ചോദിക്കാം ഏത് IIT ആണ് എന്നുള്ളത്. സോ കൂടുതൽ ചാൻസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഹരിയാനയാണ് ഇത് ചെയ്തത്. അതിന്റെ ഡ്രോൺസ് ആ ഒരു ഏരിയൽ സീഡിംഗ് ഡ്രോൺസ് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തത് നമ്മുടെ IIT കാൺപൂർ ആണ് ചെയ്തത്. നെക്സ്റ്റ്, Okay, recently, first pan-India 1000 genome sequencing of SARS-CoV-2 complete ചെയ്തു. SARS-CoV-2 എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡം കൊറോണ വൈറസ് 2 എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം
കൊറോണ വൈറസ് 2 എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് റീസെന്റ് ഏത് മിനിസ്ട്രിയാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റീസെന്റ് ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ് ആണ് ഈ ഒരു പ്രോജക്ട് റീസെന്റ് കംപ്ലീറ്റ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മിനിസ്ട്രിയാണ് നമ്മുടെ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നമുക്ക് എക്സാമിൽ അപ്കമിങ് എക്സാമിൽ ചോദിക്കാൻ പറ്റിയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. COVID-19 അല്ലെങ്കിൽ കൊറോണ റിലേറ്റഡ് ഉറപ്പായിട്ടും അപ്കമിങ് എക്സാംസിൽ ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. സോ കൊറോണ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കിയിട്ട് പോവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഈ COVID-19 ഏത് ബോഡിയിൽ ഏത് ഓർഗനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ നമുക്കറിയാം ഇത് റെസ്പിറേറ്ററി ഡിസീസ് ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ലങ്സിനെയാണ് ഇത് മെയിൻലി ബാധിക്കുന്നത്. സോ അതേപോലെ ഉള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ്, ഓക്കെ, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടാണ്? സോ അതെന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എക്സാംസിൽ ചോദിക്കുന്ന GK ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ അത് ഡയറക്റ്റ് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. ഇപ്പൊ നമ്മള് മൊത്തം ഇന്ത്യയിലുള്ള എയർപോർട്ടിന്റെ മൊത്തം ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കും, ലൈക്ക് ഇതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും ഒരു വർഷത്തില് അല്ലെങ്കിൽ 6 മാസത്തില് കറണ്ട് അഫയേഴ്സിൽ ഉള്ള ഇമ്പോർട്ടന്റ് ഇതേപോലത്തെ എയർപോർട്ട്സും ഇതേപോലത്തെ നമ്മുടെ നാഷണൽ പാർക്സ് ഒക്കെയാണ് നമ്മുടെ അപ്കമിങ് എക്സാംസിൽ യൂഷ്വലി ചോദിക്കുന്നത്. സോ മാക്സിമം കറണ്ട് അഫയേഴ്സിന്റെ അകത്തുള്ള ഇതേപോലത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാറ്റിക് പോർഷൻസ് നമുക്ക് കിട്ടും ഈസി ആയിട്ട്. സോ അത് മൊത്തം പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇതേപോലത്തെ സ്റ്റാറ്റിക് ക്വസ്റ്റൻസ് കൂടെ നോക്കി പോവാം. ഓക്കെ, അപ്പം നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലാണ്. അപ്പൊ ആ ഒരു എയർപോർട്ടിൽ ഇപ്പം റീസെന്റ് ഒരു മാസ് ഫീവർ സ്ക്രീനിങ് സിസ്റ്റം ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തു. അപ്പം ഏതൊക്കെ ഓർഗനൈസേഷൻ ചേർന്നാണ് ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഫണ്ടിങ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ഈ പ്രോജക്റ്റിന് വേണ്ടി ആക്ച്വലി ഫണ്ടിങ് ചെയ്തത് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും യൂണിസെഫ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രൊവൈഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് വേണ്ടി ഫണ്ടിങ് ചെയ്തത്. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇത് കേൾക്കുമ്പോൾ അറിയാം, മാസ് ഫീവർ സ്ക്രീനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയർപോർട്ടിൽ വരുന്ന ആൾക്കാരെ ഡയറക്ട്ലി ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ഡയറക്ട്ലി അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, അവരുടെ സ്കിൻ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, അതുവഴി അവരെ സ്കാൻ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 മാറ്റിവെച്ചായിരുന്നു. അപ്പം അത് ഏത് കൺട്രി വെച്ച് ഇനി നടത്താനാണ് സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് പെർമിഷൻ കൊടുത്തേക്കുന്നത്. സോ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13th എഡിഷൻ ഇപ്പം നടക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് UAE വെച്ചാണ് നടക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിപ്പം സെപ്റ്റംബർ 19 നവംബർ 2020 ഇത് നടക്കാൻ ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, വിശേഷ് കോട്ടുവിൻ ഈ ഒരു ബയോഗ്രാഫി അത് ആരെ കുറിച്ചുള്ളതാണ്, ആരാണ് ഈ ഒരു ബയോഗ്രാഫിന്റെ ഓഥർ? ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം വിശേഷ് കോട്ടുവിൻ എന്ന് പറയുന്ന ബയോഗ്രാഫിന്റെ ഓഥർ എന്ന് പറയുന്നത് നിരുപമ യാദവ് ആണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരെ കുറിച്ചുള്ള ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ യങ്ങസ്റ്റ് ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ കൂടിയായ വിശേഷ് ഭൃഗുവംശിയെ കുറിച്ചുള്ള ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പം വിശേഷ് ഭൃഗുവംശിയുടെ ബയോഗ്രാഫിയാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്, വിശേഷ് കോട്ടുവിൻ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഓഥർ എന്ന് പറയുന്നത് നിരുപമ യാദവ് ആണ്. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ പോലെയും ചോദിക്കാം, ആരാണ് ഇന്ത്യയുടെ യങ്ങസ്റ്റ് ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ എന്നുള്ളതും ചോദിക്കാം. അപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ. ബുക്കിന്റെ ഓഥർ ആരാണ്, ആരെ കുറിച്ചുള്ള ബുക്കാണ്, പിന്നെ ഡയറക്റ്റ് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ യങ്ങസ്റ്റ് ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ ആരാണ്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. സോ ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അപ്കമിംഗ് എക്സാമിൽ എന്തായാലും കാണും. സോ നല്ലപോലെ നോക്കിയിട്ട് പോവുക ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വേൾഡ് സംസ്കൃത് ഡേ 2020. അപ്പം ഇത് ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? അപ്പം വേൾഡ് സംസ്കൃത് ഡേനെ സംസ്കൃതി ദിവസിനും വിശ്വസംസ്കൃതി ദിനം എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ഒബ്സർവ് ചെയ്യുന്നത് ഏത് ഡേറ്റിലാണ്? ഇപ്പൊ വേൾഡ് സംസ്കൃത് ഡേ ഒബ്സർവ് ചെയ്യുന്നത് August 3 വേൾഡ് സംസ്കൃത് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് മുസ്ലിം വുമൻസ് റൈറ്റ്സ് ഡേ. അപ്പം ഈ മുസ്ലിം വുമൻസ് റൈറ്റ്സ് ഡേ റീസെന്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു സംഭവം ഒബ്സർവ് ചെയ്യുന്നത് August 1 ഒബ്സർവ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് August 1, 2020 ഒബ്സർവ് ചെയ്തത്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. എന്തുകൊണ്ട് August 1, 2020 എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം 1 വർഷം മുമ്പാണ് ഈ ഡേറ്റില്
നമ്മുടെ ട്രിപ്പിൾ തലാഖ് എന്ന് പോലത്തുള്ള സംഭവങ്ങൾ നിർത്തിയത്. അപ്പം ആ ഒരു സംഭവത്തിന്റെ അഗെയിൻസ്റ്റ് ഉള്ള ലോസ് ഒക്കെ കൊണ്ടുവന്നത്, ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം വുമൻസിന് ഈക്വൽ ജെൻഡർ ഈക്വാലിറ്റി റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത് അന്ന്. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 1 വർഷമായി. അപ്പം മുസ്ലിം വുമൻസിന് വേണ്ടിയാണ്, അവരുടെ ഒരു റൈറ്റ്സ്, അവരുടെ ഈക്വാലിറ്റിക്ക്, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റിനെ, August 1 നമ്മളുടെ ഈ പറയുന്ന വുമൻസ് റൈറ്റ്സ് ഡേ ആയിട്ട്, മുസ്ലിം വുമൻസ് റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഇതായിരുന്നു ഈ വരുന്ന August 1, 2020 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, DGCI, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ ഓൾറെഡി കണ്ടാണ് ഇതൊക്കെ. അപ്പം DGCIയുടെ CI റീസെന്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് പെർമിഷൻ കൊടുത്തത്? യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത COVID-19 വാക്സിന്റെ 2ാമത്തെ ഫേസും 3ാമത്തെ ഫേസിന്റെ ട്രയൽസിന് വേണ്ടി. ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഫേസിനുള്ള ട്രയൽസിനുള്ള ഇത് കൊടുത്തായിരുന്നു. അത് നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള കറന്റ് അഫയേഴ്സിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇപ്പം റീസെന്റ് phase 2ഉം phase 3 അതിന് വേണ്ടിയുള്ള ട്രയൽസിന്റെ, ഹ്യൂമൻ ട്രയൽസിന്റെ പെർമിഷൻ ഇപ്പൊ റീസെന്റ് അപ്രൂവ് ചെയ്തു നമ്മുടെ DGCI. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് അത് ലഭിച്ചത്? സോ അതെന്ന് പറയുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ലഭിച്ചത്. നമ്മളിപ്പം കുറെ ദിവസം കറന്റ് അഫയേഴ്സിൽ നമ്മൾ ഒരുപാട് വട്ടം കേട്ട ഒരു നെയിമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് 3ാമത്തെ DGCI പെർമിഷൻ കൊടുക്കുന്ന 3ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. അപ്പം നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് വന്ന വാക്സിൻസും പെർമിഷൻ കൊടുത്ത ഇതെല്ലാം കേട്ടായിരുന്നു. ഏറ്റവും ആദ്യമേ ഇതിന്റെ ഈ ഒരു ഹ്യൂമൻ ട്രയൽസിന്റെ ഒക്കെ പെർമിഷൻ കൊടുത്തതെന്ന് പറഞ്ഞത് ഭാരത് ബയോടെക്കിനായിരുന്നു കൊടുത്തത്. ഭാരത് ബയോടെക് ഡെവലപ്പ് ചെയ്ത കോവാക്സിൻ ആയിരുന്നു ആദ്യമായിട്ട് ഹ്യൂമൻ ട്രയൽസിന്റെ പെർമിഷൻ കൊടുത്തത്. അതിനുശേഷം നമ്മൾ കണ്ടായിരുന്നു 2ാമത് വന്ന സൈഡസ് കലീഡയ്ക്ക് വേണ്ടിയാണ് പെർമിഷൻ കൊടുത്തത്. ഇപ്പൊ 3ാമത് നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇതിന്റെ ഒരു പെർമിഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു വാക്സിൻ ട്രയൽസിന് വേണ്ടി. നെക്സ്റ്റ്, റീസെന്റ് ഏത് ഗെയിംസിൽ നിന്നാണ് ഈ വർഷം ഇപ്പൊ നടക്കാൻ പോകുന്ന ഏത് ഗെയിംസിൽ നിന്നാണ് ഇന്ത്യ വിഡ്രോ ചെയ്തത്? വിഡ്രോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പ്ലെയേഴ്സ് റെഡി അല്ല, പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പേരിലാണ് വിഡ്രോ ചെയ്തേക്കുന്നത്. ആക്ച്വലി ആ ഒരു ഫെഡറേഷനോട് ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു സംഭവം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം എന്ന്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇന്ത്യ വിഡ്രോ ചെയ്തത്. അപ്പം ഇന്ത്യ റീസെന്റ് വിഡ്രോ ചെയ്തത് നമ്മുടെ വുമൻസ് വേൾഡ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ വുമൻസ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്. അപ്പം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ വിഡ്രോ ചെയ്തത്. അപ്പൊ എവിടെയാണ് ഇത് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് നടക്കാൻ പോകുന്നത് കോലാലംപൂരിൽ വെച്ചാണ്, മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചാണ് ഈ ഒരു വേൾഡ്സ് വുമൻസ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഒരു റിപ്പോർട്ടിന്റെ ഡ്രാഫ്റ്റ് പുറത്തുവിട്ടായിരുന്നു. ആ ഡ്രാഫ്റ്റിന്റെ അതിന്റെ പേരെന്ന് പറയുന്നത് ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസി 2020 എന്നാണ് ആ ഒരു റിപ്പോർട്ടിന്റെ പേര്, അല്ലെങ്കിൽ ആ ഡ്രാഫ്റ്റിന്റെ പേര്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് പുറത്തുവിടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രാഫ്റ്റിന്റെ മേളിൽ പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ് ഇത് പുറത്തുവിട്ടത്. അപ്പം ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2025 ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പോർട്ട്, ഈ പറയുന്ന ഡിഫൻസിന്റെ പ്രൊഡക്ഷനും എക്സ്പോർട്ടും അതിന്റെ ഒരു പ്രൊമോഷന്റെ മേളിലാണ് ഈ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫൻസിന്റെ പ്രൊഡക്ഷനും അതിന്റെ എക്സ്പോർട്ട് $5 ബില്യൺ എത്തിക്കാനുള്ളതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മേലുള്ള റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു റിപ്പോർട്ടാണ് റീസെന്റ് അതിന്റെ ഡ്രാഫ്റ്റ് പബ്ലിക്കിന്റെ ഫീഡ്ബാക്കിന് വേണ്ടി പുറത്തുവിട്ടത്. അപ്പൊ എത്ര ബില്യൺ ആണ്, ആ ഒരു എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഏത് വർഷത്തേക്കാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം $5 ബില്യൺ ആണ് ആ ഒരു എമൗണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇയർ എന്ന് പറയുന്നത് 2025 ആവുമ്പോഴത്തേന് ആ ഒരു എക്സ്പോർട്ട് അത്രത്തോളം കൂട്ടണം, എക്സ്പോർട്ടും പ്രൊഡക്ഷനും അത്രത്തോളം എത്തിക്കണം എന്നുള്ളതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ അഗെയിൻ ഡിഫൻസ് മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് പബ്ലിക് റിവ്യൂൻസും ഏത് IIT കൂടി ചേർന്നിട്ടാണ് പബ്ലിക് റിവ്യൂൻസിന്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് കംപ്ലയിൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് ടെക്നിക്സും യൂസ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ ടെക്നിക്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് റിവ്യൂൻസും
IIT കാൺപൂർ കൂടി ചേർന്നിട്ടാണ് ഒരു MOU സൈൻ ചെയ്തത്. ഇതേപോലെ പബ്ലിക് ഗ്രീവൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് ടെക്നിക്സും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതുവഴി ആ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് പെട്ടെന്ന് സോർട്ട് ചെയ്യാനും വലിയൊരു പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, വൺ നേഷൻ വൺ റേഷൻ കാർഡ്, നമ്മൾ ഇത് നേരത്തെ കേട്ടതാണ്. അപ്പൊ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഇപ്പൊ മൊത്തം എത്ര സ്റ്റേറ്റ്സ് വന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ ഇങ്ങനെ സ്റ്റേറ്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ റീസെന്റ് കുറച്ച് സ്റ്റേറ്റും കൂടി 3 സ്റ്റേറ്റ് കൂടി ഈ ഒരു സ്കീമിന്റെ അണ്ടറിലോട്ട് ആഡ് ആയി. അപ്പൊ ഇപ്പം ടോട്ടൽ എത്ര സ്റ്റേറ്റ് ഈ സ്കീമിന്റെ അണ്ടറിൽ ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് മൊത്തം 24 സ്റ്റേറ്റ്സ് ആണ് ഇപ്പം ഈ വൺ നേഷൻ വൺ റേഷൻ കാർഡിന്റെ അണ്ടറിൽ വന്നത്. ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലാണ് ഇതെന്ന് ചോദിക്കാം. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് കസ്റ്റമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടാർഗറ്റ് പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഓപ്പറേഷണൽ ആകാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2021 ഈ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ, ഈ ഒരു സ്കീം കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ. അപ്പൊ ഈ ഒരു സമയത്തിന്റെ അകത്ത് ഇനി ബാക്കിയുള്ള കുറച്ച് സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസ് കൂടി ഉള്ളൂ. അപ്പൊ അതും കൂടി ഇതിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 31, 2021 തൊട്ട് ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പം ഈ 24 സ്റ്റേറ്റ് വന്നു കഴിഞ്ഞപ്പം ഏകദേശം നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അണ്ടറിൽ 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അണ്ടറിലുള്ള പോപ്പുലേഷന്റെ മൊത്തം 80% പോപ്പുലേഷൻ ഇപ്പൊ ഈ ഒരു വൺ നേഷൻ വൺ റേഷൻ കാർഡിന്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞു. ഇനി ജസ്റ്റ് 20% പോപ്പുലേഷൻ കൂടിയേ ഉള്ളൂ ഈ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് ഇതിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് NTC മെഷീൻസ് യൂസ് ചെയ്ത് ട്രാക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി, NTC മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ട്രാക്ക് കൺസ്ട്രക്ഷൻ മെഷീൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ടാണ് NTC മെഷീൻസ് യൂസ് ചെയ്ത് ട്രാക്ക് ലേ ചെയ്തത്. ഇത് ഇങ്ങനെ NTC മെഷീൻസ് യൂസ് ചെയ്തുള്ള ഒരു പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മാനുവലി ഈ ഒരു സംഭവം ചെയ്യുമ്പം ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രാക്ക് ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 150 തൊട്ട് 200 മീറ്റർ വരെ മാത്രമേ ട്രാക്ക് ലേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. സോ അതെന്ന് പറയുന്നത് മാനുവൽ വർക്ക് കൂടുതലാണ്, ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആൻഡ് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. ലൈക്ക് 150 to 200 മീറ്റേഴ്സ് മാത്രമാണ് ഒരു ദിവസം ലേ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ NTC മെഷീൻ യൂസ് ചെയ്ത് ഒറ്റ ഒരു ദിവസം കൊണ്ട് 1.5 കിലോമീറ്റർ വരെ ആ ഒരു ട്രാക്ക് ലേ ചെയ്യാൻ പറ്റും ഒറ്റ ഒരു മെഷീൻ കൊണ്ട്. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ടാണ് ഈ NTC മെഷീൻസ് യൂസ് ചെയ്ത് ട്രാക്കിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇന്ത്യൻ റെയിൽവേ റിലേറ്റഡ് നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ലാസ്റ്റ് കറന്റ് അഫയേഴ്സിൽ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2027 ആകുമ്പോഴത്തേന് എത്ര പ്രൈവറ്റ് ട്രെയിൻസ് ഇന്ത്യയിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊത്തം 151 പ്രൈവറ്റ് ട്രെയിൻസ് ആണ് 2027 ആകുമ്പോഴത്തേന് കൊണ്ടുവരും എന്ന് പറഞ്ഞേക്കുന്നത്. എക്സാമിൽ ഒരു ഷ്യൂർ ക്വസ്റ്റൻ ആണ്. അപ്കമിംഗ് എക്സാമിൽ നമ്മൾ നേരത്തെ നോക്കിയ ഒരു കറന്റ് അഫയർ ആണ്. ആൻഡ് ഇതുവഴി എത്ര ക്രോറിന്റെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത് എന്നും പറഞ്ഞേക്കുന്നത്. സോ അതെന്ന് പറയുന്നത് 30,000 ക്രോസിന്റെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, കർമ്മവീർ ചക്ര അവാർഡ്. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കൺഫെഡറേഷൻ ഓഫ് NGO കൂടി ചേർന്നിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുക, ഒരു ഡിഫറെന്റ് ലൈഫ് പാത്തിനെ കുറിച്ചുള്ള ഐഡിയാസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്, കർമ്മവീർ ചക്ര അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവാർഡ് റീസെന്റ് ഇപ്പം കിട്ടിയത് ഒരു 23 ഇയർ ഓൾഡ് ആയിട്ടുള്ള സുനിൽ യാദവ് SS-നാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം സുനിൽ യാദവ് SS-ന്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, SS മോട്ടിവേഷൻ എന്നാണ് ആ ഒരു ചാനൽ, ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ നെയിം എന്ന് പറയുന്നത്. ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഈ സുനിൽ യാദവ് SS ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീച്ചസും ഐഡിയാസ് ഒക്കെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവാർഡ് ലഭിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം 2019 127 മില്യൺ വ്യൂസ് ആണ് ഈ ഒരു ചാനലിന് കിട്ടിയത്. സോ അതെന്ന് പറയുന്നത് 2019 ഏറ്റവും ഗ്ലോബലി റെക്കോർഡഡ് ഹയസ്റ്റ് കൗണ്ട് ആയിരുന്നു അതെന്ന് പറയുന്നത്.
അപ്പം അത് കൂടാതെ തന്നെ ഇപ്പം ഈ SS മോട്ടിവേഷൻ ചാനലും ഈ സുനിൽ യാദവ് SS കുറിച്ച് പറയുവാണെങ്കിൽ ഓൾറെഡി ബ്രാവോ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ അകത്ത് മോസ്റ്റ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഓൺ ടെലിഗ്രാം ചാനൽ എന്നുള്ള കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ആൾക്ക് രാഷ്ട്ര പേരിന് ഐക്കോണിക് പേഴ്സണാലിറ്റി ഓഫ് ഇന്ത്യ, ഇൻക്രെഡിബിൾ ഇന്ത്യൻ ഐക്കൺ ആൻഡ് ഹ്യൂമറ്റേറിയൻ എക്സലൻസ് ഇൻ 2019 ഇങ്ങനത്തെ കുറെ അവാർഡ്സ് ആൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ്സിന്റെ മോസ്റ്റ് പോപ്പുലർ മോട്ടിവേഷണൽ ചാനൽ എന്നുള്ള അവാർഡും ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ ആൾ വേറൊരു ബുക്കും എഴുതിയിട്ടുണ്ട്. ആളുടെ ഒരു ബുക്ക് എന്ന് പറയുന്നതാണ് ദ സീക്രറ്റ്സ് ബിഹൈൻഡ് സക്സസ് എന്ന് പറയുന്ന ബുക്ക്. അത് ആ ഒരു ബുക്കും ഈ പറയുന്ന സുനിൽ യാദവിന്റെ ബുക്കാണ്. നെക്സ്റ്റ്, ഓക്കെ, ഹെലിക്സണും ഏത് IITയും കൂടി ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് ആക്ച്വലി റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഡിവൈസ്, COVID-19 റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഡിവൈസ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഹെലിക്സോൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും IIT മദ്രാസ് കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഡിവൈസ് ഇപ്പൊ റീസെന്റ് ഡെവലപ്പ് ചെയ്തത്. ഇതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് ഇന്ത്യയിൽ. നെക്സ്റ്റ്, റക്ഷക്. ഈ റക്ഷക് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് അസിസ്റ്റന്റ് റോബോട്ട് ആണ്. ഏത് റെയിൽവേ ഡിവിഷൻ ആണ് ഈ റോബോട്ട് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്? അപ്പം റക്ഷക് എന്നാണ് ആ ഒരു റോബോട്ടിന്റെ നെയിം എന്ന് പറയുന്നത്. ഈ ഒരു റോബോട്ട് വഴി 2-way വീഡിയോ കോൺഫറൻസ് ഡോക്ടേഴ്സ് ആയിട്ട് നടത്താൻ പറ്റും, പേഷ്യന്റും ഡോക്ടറും ആയിട്ട്. അതേപോലെ എന്താ പറയാ, ഈ പൾസ് ചെക്ക് ചെയ്യാനും ഓക്സിജന് ടെമ്പറേച്ചർ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്യാനൊക്കെ ഈ ഒരു റോബോട്ടിന് സാധിക്കും. അപ്പോ ഏത് റെയിൽവേ ഡിവിഷനാണ് ഈ ഒരു റോബോട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്? സോ ഈ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ മുംബൈ സെൻട്രൽ റെയിൽവേ ഡിവിഷൻ ആണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മുംബൈ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷൻ ആണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഗാന്ധിയൻ യങ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അവാർഡ് 2020. ഈ ഒരു അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇപ്പം ഈ ഒരു ഗാന്ധിയൻ യങ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അവാർഡ് 2020 ലഭിച്ചത് IIT ഖരഗ്പൂരിലെ റിസർച്ചേഴ്സിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. IIT ഖരഗ്പൂരിലെ റിസർച്ചേഴ്സിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഈ ഒരു അവാർഡ് ലഭിക്കാൻ വേണ്ടി അവർ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിലത്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന വെറ്റ് ക്ലോത്ത്സിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം എന്നുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് മിസോറമില് ആദ്യത്തെ ഗോൾഫ് കോഴ്സ് കൊണ്ടുവന്നു. ആ ഗോൾഫ് കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത് ടെൻസുവാൽ ഗോൾഫ് റിസോർട്ട് പ്രോജക്ട് എന്നാണ് ആ ഒരു സംഭവത്തിന്റെ പേര്. അപ്പൊ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്ട് കൊണ്ടുവന്നത് സ്വദേശ് ദർശൻ സ്കീമിന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് സ്വദേശ് ദർശൻ സ്കീം? ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലാണ് അത് വരുന്നത്? ഇപ്പൊ എക്സാമിൽ കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് സ്റ്റാറ്റിക് സംഭവം ഇതാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ്. ഇപ്പൊ സ്വദേശ് ദർശൻ സ്കീം, ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള റിച്ച് ആയിട്ടുള്ള കൾച്ചറും ഹിസ്റ്റോറിക്കൽ റിലീജിയസ് കൾച്ചേഴ്സിനെയൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇതേപോലത്തെ കൾച്ചർ ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത് സ്വദേശ് ദർശൻ സ്കീമിന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് സ്വദേശ് ദർശൻ സ്കീം മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെ അണ്ടറിലാണ്. സോ ആ ഒരു സ്കീം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അത് ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലാണ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, EVIN എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു സംഭവം? ഇപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വാക്സിന്റെ ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് സംഭവമാണ് ഇതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്സിന്റെ സ്റ്റോക്ക്, അതിന്റെ ഫ്ലോ എത്രത്തോളം ഉണ്ട്, അതിന്റെ സ്റ്റോറേജ് എത്രത്തോളം ആണ്, അതിന്റെ സ്റ്റോറേജിന്റെ ടെമ്പറേച്ചർ, ഓരോ കോൾഡ് ചെയിൻ പോയിന്റ്സിലും അതിന്റെ സ്റ്റോറേജിന്റെ ടെമ്പറേച്ചർ, ഇതെല്ലാം റിയൽ ടൈം ആയിട്ട് ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് EVIN എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇത് ഏതിന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം.
ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷൻ അണ്ടറിലാണ് ഈ സംഭവം കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ ഇത് റീസെന്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള 32 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് കൂടി ചേർന്നിട്ടുള്ള 32 സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസിൽ ഇത് ഇപ്പൊ യൂണിയൻ ടെറിട്ടറീസിനെ ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. ഇനി വളരെ കുറച്ച് സ്ഥലങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് സ്നോ ലിയോപോഡ് കൺസർവേഷൻ സെന്റർ എവിടാണ് കൊണ്ടുവന്നിരുന്നത്? ഇപ്പം ഇന്ത്യസ് ഫസ്റ്റ് സ്നോ ലിയോപാർഡ് കൺസർവേഷൻ സെന്റർ കൊണ്ടുവരുന്നത് ഉത്തരാഖണ്ഡിലാണ് കൊണ്ടുവരുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ഫോറസ്റ്റ് ആണ് ഈ സ്നോ ലിയോപാർഡ് കൺസർവേഷൻ സെന്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഒരു സ്നോ ലിയോപോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഇനി ഒരു 450-500 സ്നോ ലിയോപോഡ്സ് ആണ് ബാക്കിയുള്ളത്. ഈ ഒരു സംഭവത്തിന്, ഈ സ്നോ ലിയോപോഡ്സിനെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ അതിന്റെ വൾണിയറബിൾ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. നമുക്കറിയാം IUCN റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെഡ് ലിസ്റ്റിൽ വൾണിയറബിൾ കാറ്റഗറിയിലാണ് സ്നോ ലിയോപാർഡ്സിനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്നോ ലിയോപാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1 അണ്ടറിലാണ് വരുന്നത്. സോ അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആണ് സ്നോ ലിയോപാർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് വ്യാപാർ മാല എക്സ്പ്രസ് ട്രെയിൻ. ഈ ഒരു ട്രെയിൻ ഇപ്പൊ റീസെന്റ് നമ്മുടെ നോർത്തേൺ റെയിൽവേ ആണ് ആദ്യമായിട്ട് ഓടിച്ചത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് റെയിൽവേ ഡിവിഷൻ ആണ് ആദ്യമായിട്ട് ഓടിച്ചത് എന്നുള്ളത്. നോർത്തേൺ റെയിൽവേ ആണ് ഇത് ആദ്യമായിട്ട് ഓടിച്ചത്. അപ്പം ഇത് ഓടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിൽ നിന്ന് ഡൽഹി കണക്ട് ചെയ്തുകൊണ്ട് ട്രിപ്പുര വരെയാണ് ഈ ഒരു സംഭവം ഓടിച്ചത്. ഇതെന്ന് പറയുന്നത് ഒരു കാർഗോ ട്രെയിൻ ആണ്. ഈ ഒരു സംഭവം, ഈ ഒരു ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഗോനെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഷോർട്ട് ടൈം കൊണ്ട് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിൻ കൊണ്ട്, ഈ ഒരു വ്യാപാർ മാല എക്സ്പ്രസ് ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം വ്യാപാർ എന്ന് പറഞ്ഞാൽ ട്രേഡ് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പം വളരെ ഷോർട്ട് ടൈം കൊണ്ട് ആ ഒരു കാർഗോന്റെ മൂവ്മെന്റ് ആണ് ഈ ഒരു സംഭവം, ഈ ഒരു ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് ചെയ്തത് നമ്മുടെ നോർത്തേൺ റെയിൽവേ ആണ് ആദ്യമായിട്ട് ഇത് ചെയ്തത്. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ SSCയുടെയും ബാങ്കിന്റെയൊക്കെ വരുന്ന എക്സാംസ് കൂടാതെ റെയിൽവേയുടെ NTPCയുടെ എക്സാംസിലൊക്കെയും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന് വേണ്ടി ഇന്ത്യ എത്ര എമൗണ്ട് ആണ് അലോട്ട് ചെയ്തത്? അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അജണ്ട ബേസ് ചെയ്തൊക്കെയുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മുടെ ഇന്ത്യ കൊടുത്ത ഫണ്ടിംഗ് എന്ന് പറയുന്നത് $15.46 മില്യൺ ആണ് ഇതിനു വേണ്ടി ഇന്ത്യ അലോട്ട് ചെയ്തത്. നെക്സ്റ്റ്, COVID-19 BWM ആപ്പ്. ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ COVID-19 കാരണം ഇഷ്ടംപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് ഡെവലപ്പ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസ് ആവുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്, ട്രാക്ക് ചെയ്യുക, അതിന്റെ പ്രോപ്പർ ഡിസ്പോസൽ ഒക്കെയാണ് ഈ ഒരു ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ആപ്പ് റീസെന്റ് കൊണ്ടുവന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളത് ചോദിക്കാം. സോ അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്. ആരുടെ റെക്കമെൻഡേഷനിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്നും ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലും നമ്മുടെ സുപ്രീം കോർട്ടിന്റെ റെക്കമെൻഡേഷന്റെ ഒരു ബേസിസിലാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നു, ഒരു നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ആർട്ടിക് റീജിയൻസിലെ പോളാർ ബിയർസ് ഏത് വർഷം എക്സ്റ്റിങ്ക്റ്റ് ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അഗെയിൻ ഈ പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN റെഡ് ലിസ്റ്റില് വൾണിയറബിൾ കാറ്റഗറിയിലാണ് ഇതിനെയും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഇത് 2100 ആ ഇയർ ആകുമ്പോഴത്തേന് നമ്മുടെ പോളാർ ബിയർസ് എക്സ്റ്റിങ്ക്റ്റ് ആകും എന്നാണ് പറഞ്ഞേക്കുന്നത് ആർട്ടിക് റീജിയനിൽ നിന്ന്. നെക്സ്റ്റ്, ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇപ്പൊ റീസെന്റ് ആളുടെ ഡെത്ത് ആയി. ഇപ്പം ആരാണ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ എന്നറിയപ്പെടുന്നത്? സോ അതെന്ന് പറയുന്നത് ഇബ്രാഹിം അൽകാസി ആണ് ഈ ഒരു ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്.
ഇബ്രാഹിം അൽകാസി ആണ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആളെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നമുക്കറിയാം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഏറ്റവും ലോങ്സ്റ്റ് സെർവിംഗ് ഡയറക്ടർ കൂടിയാണ് ഈ പറയുന്ന ഇബ്രാഹിം അൽകാസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പുതിയ ഗവർണർ ആരാണ്? ഇപ്പം പുതിയ ഗവർണർ എന്ന് പറയുന്നത് മനോജ് സിൻഹ ആണ്. പുതിയ ഗവർണർ എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു ഗവർണർ എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് അപ്പം ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ആദ്യത്തെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണർ എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ ഗവർണർ എന്ന് പറയുന്നത് മനോജ് സിൻഹ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അപ്കമിംഗ് എക്സാംസിൽ എസ്പെഷ്യലി ബാങ്കിന്റെ എക്സാംസിൽ ഉറപ്പായിട്ടും ചോദിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ റീസെന്റ് യുണൈറ്റഡ് നേഷൻസിൽ ഒരു റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് പോളിസി ബ്രീഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് COVID-19 ആൻഡ് ബിയോണ്ട് എന്നാണ് റിപ്പോർട്ടിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് എത്ര മില്യൺ ചിൽഡ്രൻസ് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം നിന്ന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്സസ് ചെയ്യാൻ പറ്റാതെ, എക്കണോമിക് ഇമ്പാക്ട് കാരണം എഡ്യൂക്കേഷൻ അക്സസ് ചെയ്യാൻ പറ്റാതെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളത് കൂടാതെ 23.8 മില്യൺ അഡീഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത്സ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് എക്കണോമിക് ഇമ്പാക്ട് കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അതെന്ന് പറയുന്ന ഒരു ഹ്യൂജ് നമ്പർ ആണ്. 23.8 മില്യൺ ചിൽഡ്രൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു എക്കണോമിക് ഇമ്പാക്ട് കാരണം പുറത്തു പോകാൻ പോകുന്നത്. നെക്സ്റ്റ്, അഗെയിൻ നമ്മുടെ ഈ ഒരു COVID-19 ഒക്കെ സിറ്റുവേഷൻ കാരണം നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായ ഇഷ്യൂ കാരണം നമ്മുടെ ഗ്ലോബൽ റെമിറ്റൻസ് എത്ര ബില്യൺ ആയിട്ട് കുറയും എന്നാണ് ഇപ്പൊ റീസെന്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ റെമിറ്റൻസ് $108.6 ബില്യൺ ആയിട്ട് ഫോൾ വരും, കുറയും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. 1.8.6 ബില്യൺ US ഫോൾ ആയിരിക്കും നമ്മുടെ ഗ്ലോബൽ റെമിറ്റൻസിൽ വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ഫ്യൂച്ചർ ബ്രാൻഡ് ഇൻഡെക്സ് 2020 റീസെന്റ് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗ്ലോബലി രണ്ടാമത്തെ ടോപ്പ് റാങ്ക്ഡ് ബ്രാൻഡ് ഏതാണ്? ഇപ്പൊ രണ്ടാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ആണ്. അപ്പം ഇപ്പൊ റീസെന്റ് ഫ്യൂച്ചർ ബ്രാൻഡ് ഇൻഡെക്സ് 2020 ഈ ഒരു റിപ്പോർട്ട് വന്നത്. സോ നമ്മുടെ ഗ്ലോബലി വേൾഡില് സെക്കൻഡ് ബിഗസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് സെക്കൻഡ് ബിഗസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രേം ഭാട്ടിയ അവാർഡ് 2020. ഈ ഒരു അവാർഡ് റീസെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ അവാർഡ് കിട്ടിയത്, ഈ അവാർഡിന്റെ 2 കാറ്റഗറി കിട്ടിയത്. ഒന്നെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇയർ 2020. ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് പറയുന്നത് ദീപാങ്കർ ഘോഷിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഔട്ട്സ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇയർ 2020 ആ ഒരു അവാർഡ് ലഭിച്ചത് ദീപാങ്കർ ഘോഷിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. പിന്നെ വേറെ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇയർ 2020. ഈ ഒരു അവാർഡ് ലഭിച്ചത് പീപ്പിൾസ് ആർക്കീവ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ജേർണലിസം വെബ്സൈറ്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം ഇതിൽ ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇയർ 2020 എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അവാർഡിന്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2 lakhs ആണ്. മറ്റേതിന്റെ എന്ന് പറഞ്ഞാൽ 1.5 lakhs ആണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂയോർക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റീസെന്റ് നടന്നു. അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ാമത്തെ എഡിഷൻ ആണ് നടന്നത്. അപ്പൊ 20ാമത്തെ എഡിഷനിൽ അവാർഡ് കിട്ടിയ 2 ഫിലിംസ് ഏതൊക്കെയാണ്? അപ്പൊ ഈ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ 2 ഫിലിംസ് എന്ന് പറയുന്ന ഒന്ന് ഓൾറെഡി നാഷണൽ അവാർഡ് വിന്നിംഗ് ഡോക്യുമെന്ററി ആയ സൺറൈസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിക്കും, അത് കൂടാതെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ഫിലിമായ മൂത്തോൻ എന്ന് പറയുന്ന ഫിലിമിനുമാണ് ഈ ഒരു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ് 20th എഡിഷന്റെ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്,
ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് മൊബൈൽ RT-PCR കോവിഡ് ലാബ് ഏത് സ്റ്റേറ്റിലാണ് കൊണ്ടുവന്നത്? ഇപ്പൊ RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇപ്പം ഇത് COVID-19 ഒരു ടെസ്റ്റ് ആണ്. ഇപ്പം ഈ ഒരു ടെസ്റ്റ്, ഈ COVID-19 ഈ ഒരു ടെസ്റ്റിന്റെ മൊബൈൽ ലാബ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സ്റ്റേറ്റിലാണ് കൊണ്ടുവന്നത്? സോ അതെന്ന് പറയുന്നത് കർണാടകയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ COVID-19 ടെസ്റ്റ് ലാബ്, മൊബൈൽ ലാബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PCR കോവിഡ് ലാബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയിലാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, സെന്റി ബില്യനേഴ്സ് സ്റ്റാറ്റസിൽ റീസെന്റ് ഇൻക്ലൂഡ് ആയ പുതിയ ബില്യനർ ആരാണ്? ഇപ്പം ബ്ലൂംബർഗ് ബില്യനേഴ്സ് ഇൻഡെക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെന്റി ബില്യനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 ബില്യൺ ക്രോസ് ചെയ്ത ബില്യനിയർ ആരാണ്? ഇപ്പൊ റീസെന്റ് പുതുതായിട്ട് ആഡ് ആയത്. സോ ഓൾറെഡി ഈ ലിസ്റ്റിൽ രണ്ടുപേരെ ഉള്ളായിരുന്നുള്ളൂ. അത് കൂടാതെ ഇപ്പൊ റീസെന്റ് ആഡ് ആയത് മാർക്ക് സുക്കർബർഗ് ആണ് ഇതിൽ ആഡ് ആയത്. അപ്പൊ ഇത് ആഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ അണ്ടറിലുള്ള മാർക്ക് സുക്കർബർഗിന്റെ അണ്ടറിലുള്ള ഈ പറയുന്ന ഇൻസ്റ്റന്റ് ഇതിന്റെ അകത്ത് റീൽസ് കൂടി കൊണ്ടുവന്നപ്പം, ടിക്ടോക്കിന്റെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള റീൽസ് കൂടി കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു സംഭവം പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടായതും $100 ബില്യൺ ഒരു ഫോർച്യൂൺ എത്തിയതും ഈ ഒരു റീൽസ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ്. നെക്സ്റ്റ്, കലാസി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ വീട്ടില് അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് പിയൂൺസിനെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു അവരുടെ വീട്ടില്. അപ്പം ഈ ഒരു സംഭവം അന്ന് തൊട്ടേ ഫോളോ ചെയ്ത് വരുന്ന ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പം ഈ ഒരു സംഭവം ഇപ്പൊ റീസെന്റ് ഇന്ത്യയിലുള്ള ഏത് ഓർഗനൈസേഷനാണ് നിർത്തിയത്? ആ ഒരു സംഭവം ഈ കലസിസ് എന്ന് പറയുന്നത് ബംഗ്ലോ പിയൂൺ എന്നും അറിയപ്പെടും. ഇപ്പം ബംഗ്ലോയിലെ പിയൂൺ അല്ലെങ്കിൽ ഓഫീസേഴ്സിന് വേണ്ടിയുള്ള പിയൂൺ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കലാസി സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം റീസെന്റ് നിർത്തലാക്കിയത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആണ്. നെക്സ്റ്റ്, കൺട്രീസ് ഫസ്റ്റ് കിസാൻ സ്പെഷ്യൽ പാർസൽ ട്രെയിൻ. അപ്പൊ ആദ്യമായിട്ടാണ് കിസാൻ ട്രെയിൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കിസാൻ റെയിൽ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു നമുക്ക് അത് പേര് കേട്ടാൽ അറിയാം, നമ്മുടെ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസി ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും അവർക്ക് എന്താ പറയാ അതിന് ബെറ്റർ പ്രൈസ്, അവരുടെ ഫാമേഴ്സിന്റെ ഇപ്പോൾ ഉള്ള ഇൻകത്തിനെ ഡബിൾ ആക്കാൻ വേണ്ടിയൊക്കെയുള്ള സപ്പോർട്ടിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സംഭവം കിസാൻ റെയിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെയിൻ ആദ്യമായിട്ട് ഇപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നു. അത് ഓടിച്ചെന്ന് പറയുന്നത് മഹാരാഷ്ട്രയും ബീഹാറിന്റെ ഇടയ്ക്കായിട്ടാണ്. ഇപ്പൊ റീസെന്റ് അതിന്റെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് നടത്തിയത്. നെക്സ്റ്റ്, ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് 1 വീക്കില് ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ കറണ്ട് അഫയേഴ്സും അത് റിലേറ്റഡ് കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയില് നമ്മൾ ജൂലൈയിലെ 4th വീക്കിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് ഈ ക്വിസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇതിൽ ലാസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം 50 ക്വസ്റ്റ്യനിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് അപ്കമിംഗ് എക്സാംസിൽ ഡെഫിനറ്റ്ലി ചോദിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജൂലൈ ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടി GDPന്റെ പെർസെന്റേജ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഇപ്പം റീസെന്റ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ കൊണ്ടുവന്നു. സോ ഡെഫിനറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഫണ്ട് അലൊക്കേഷനും കൂട്ടണം. അപ്പൊ എത്ര പെർസെന്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 6% ആയിട്ട് 6% ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു 2020. അപ്പൊ ആ ഒരു പോളിസി അനുസരിച്ച് ഇതിലെ ഏത് കോഴ്സാണ് ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്? സോ MPhil ആണ് ഇനി തൊട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ട് MPhil കാണത്തില്ല. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് വന്ന റിപ്പോർട്ടാണ് ലാസ്റ്റ് വീക്ക്, ദ ടോക്സിക് ട്രൂത്ത് ചിൽഡ്രൻസ് എക്സ്പോഷർ ടു ലെഡ് പൊല്യൂഷൻ അണ്ടർമൈൻസ് എ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്ത് പ്യൂർ എർത്ത് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് ഏത് ഓർഗനൈസേഷനാണ്? ഡെഫിനറ്റ്ലി ചിൽഡ്രൻസിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നതും യൂണിസെഫ് ആയിരിക്കും. ഈ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ടാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ്,
ഓക്കെ, റീസെന്റ് നമ്മുടെ നരേന്ദ്രമോദി ഏത് കൺട്രിയുടെ സുപ്രീം കോർട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? സോ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്, ആ ഒരു സുപ്രീം കോർട്ടിന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ കൺട്രിയിലുള്ള ഇന്ത്യയുടെ ഗ്രാന്റ് യൂസ് ചെയ്തുള്ള 5 പ്രൊജക്റ്റിലെ ഒരു പ്രൊജക്റ്റ് ആണ് അവിടുത്തെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് മൊറീഷ്യസിലാണ്. മൊറീഷ്യസിലെ സുപ്രീം കോർട്ടാണ് റീസെന്റ് നമ്മുടെ നരേന്ദ്രമോദി വെർച്വലി ഇനോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, സാബിക് കെമിക്കൽ പ്ലാന്റ്. ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജിയിലാണ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി തൊട്ട് ഇപ്പൊ ഏത് കൺട്രിയിലാണ് ഈ പറയുന്നത് സാബിക് കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്നത്? ഇത് വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ്, കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജിയിൽ റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പെയിനിലാണ് ഈ സാബിക് കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റഫാൽ ഫൈറ്റർ ജെറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം. അത് നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രാൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സാമിൽ ഏത് കൺട്രിയാണ് എന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇതിപ്പോ അതിന്റെ റീസെന്റ് ആദ്യത്തെ 5 എണ്ണം ഡെലിവറി ചെയ്തു. അപ്പം എവിടാണ് അതിനെ എയർബേസ് ചെയ്തേക്കുന്നത്? സോ അതെന്ന് പറയുന്നത് അംബാലയിലാണ് അതിനെ ഇപ്പം ബേസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ആശ്രയ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബെഡ് ഐസൊലേഷൻ സിസ്റ്റം റീസെന്റ് കൊണ്ടുവന്നു. അപ്പം ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? സോ അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജീസ് ആണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിന്റെ നെയിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ആശ്രയ് എന്നാണ് അതിന്റെ നെയിം. നെക്സ്റ്റ്, ഗ്രേറ്റ് പ്രോഫിറ്റ് 14 എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ് ഏത് കൺട്രിയുടെയാണ്? ഗ്രേറ്റ് പ്രോഫിറ്റ് 14 എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത് ഇറാന്റെ മിലിറ്ററി എക്സസൈസ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, നമുക്കറിയാം ഒരു ഇമ്പോർട്ടന്റ് സ്റ്റാറ്റിക് ക്വസ്റ്റൻ ആണ്. ഇപ്പൊ റീസെന്റ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. സോ അതിന്റെ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോയിന്റ് ചെയ്തത് 3 വർഷം മുമ്പാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പം ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗൻ ആയിരുന്നു. നമ്മൾ ഇത് ന്യൂസ് വന്നപ്പോൾ ന്യൂസിൽ കുറെ കേട്ടതാണ്. കസ്തൂരി രംഗൻ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏത് കൺട്രിയിലാണ്? സോ അതെന്ന് പറയുന്നത് ഓസ്ട്രിയയിലാണ് ഈ പറയുന്ന നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യമുന റിവർ ഏത് സ്റ്റേറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സോ യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ കറണ്ട് അഫയേഴ്സിലുള്ള സംഭവത്തിന്റെ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കറണ്ട് അഫയർ റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇത് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. അതിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ്? സോ അതെന്ന് പറയുന്നത് പൂനെയിലാണ്. നെക്സ്റ്റ്, ഓക്കെ, നിതി ആയോഗ്സ് ഓവറോൾ ഡെൽറ്റ റാങ്കിംഗ് ഓഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, ഇതിന്റെ റാങ്കിംഗ് ഇപ്പം ഫെബ്രുവരി തൊട്ട് ജൂൺ വരെയുള്ള 2020യുടെ റാങ്കിംഗ് ഇപ്പം റീസെന്റ് വന്നു. അപ്പൊ ഏത് ഡിസ്ട്രിക്റ്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് റാങ്ക് 1ൽ? സോ അതെന്ന് പറയുന്നത് ബീജാപ്പൂർ ആണ്. ബീജാപ്പൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. നെക്സ്റ്റ്, ഗ്രീൻ അഗ്രികൾച്ചർ പ്രോജക്ട്, ഈ ഒരു പ്രോജക്ട് ഫണ്ട് ചെയ്യുന്നത് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി ആണ് ഈ ഒരു സംഭവം ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്? ഗ്രീൻ അഗ്രികൾച്ചർ പ്രോജക്ട്. സോ ഇത് കൊണ്ടുവന്നേക്കുന്നത് മിസോറമിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ്, 300-year-old ശ്രീ ശ്രീ ജോയ് കാളി മത്താർ ടെമ്പിൾ, ഇതിപ്പോ റീസെന്റ് നമ്മുടെ ഇന്ത്യയുടെ കൂടി അസിസ്റ്റൻസ് വെച്ചാണ് അതിനെ റീകൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ ഏത് കൺട്രിയിലാണ് ഈ ഒരു ടെമ്പിൾ? സോ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. നെക്സ്റ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം റീസെന്റ് ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നത്? സോ അത് കൊണ്ടുവന്നത് കേരളയാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയുടെ COVID-19 സപ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസിന് വേണ്ടി എത്ര എമൗണ്ട് ആണ് അലോട്ട് ചെയ്തേക്കുന്നത്? സോ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $3 million ആണ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ റീസെന്റ് ഏത് IIT-യുടെ കൂടെ ചേർന്നിട്ടാണ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള ആളുകൾക്ക് ട്രെയിനിങ്, റിസർച്ച് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്?
സോ അതെന്ന് പറയുന്നത് IIT കാൺപൂരുടെ കൂടെ ചേർന്നിട്ടാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഈ പറഞ്ഞ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജിക്ക് വേണ്ടി ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ എർത്ത് സിസ്റ്റം സയൻസ്. ഈ ഒരു അവാർഡ് ആക്ച്വലി കൊടുക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ആർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? സോ ഈ ഒരു അവാർഡ് ലഭിച്ചത് അശോക് സൈനിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, CSIR ആംസിസ് ഇന്ത്യ കൂടി ചേർന്ന് റീസെന്റ് ഒരു മൈക്രോ ഓർഗാനിസം ഡീകണ്ടാമിനേഷൻ ബോക്സ് ഡെവലപ്പ് ചെയ്തു. ആ ഒരു ബോക്സിന്റെ നെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുരക്ഷ എന്നാണ് ആ ഒരു ബോക്സിന്റെ നെയിം. അപ്പൊ CSIRന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്? അപ്പം CSIRന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ആംസിസ് ഇന്ത്യയുടെ കൂടെ ചേർന്നിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു സുരക്ഷ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ ബോക്സ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ആദ്യത്തെ ഫസ്റ്റ് മാൻഹോൾ ക്ലീനിങ് റോബോട്ടിന്റെ നെയിം എന്താണ്? അപ്പൊ ആ നെയിം, റോബോട്ടിന്റെ നെയിം എന്ന് പറയുന്നത് ബണ്ടിക്കൂട്ട് എന്നാണ് ആ റോബോട്ടിന്റെ നെയിം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആദ്യമായിട്ട് ഡ്രോൺ ട്രെയിനിങ് സ്കൂളിന്റെ അപ്രൂവൽ കൊടുക്കുന്നത് ഏത് ഫ്ലൈയിങ് ക്ലബിനാണ്? അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സ്കൂളിന് ഇതിന്റെ അപ്രൂവൽ കൊടുക്കുന്നത്, ഈ ഡ്രോൺ ട്രെയിനിങ് സ്കൂളിന്റെ അപ്രൂവൽ കൊടുക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ബോംബെ ഫ്ലൈയിങ് ക്ലബിനാണ് ഇതിന്റെ അപ്രൂവൽ ഇപ്പൊ റീസെന്റ് DGCA കൊടുത്തത്. നെക്സ്റ്റ്, ഡയർ ടു ഡ്രീം 2.0 കോൺടെസ്റ്റ്. ഈ ഒരു കോൺടെസ്റ്റ് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഭവം ഏത് ഓർഗനൈസേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്? സോ ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്യുന്നത് DRDO ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബേൺഡ് ഷുഗർ അല്ലെങ്കിൽ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ ഉറപ്പായിട്ടും അപ്കമിംഗ് എക്സാമിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റിന്റെ, ഈ ഒരു ബുക്കിന്റെ ഓതർ ആരാണ്? സോ ഈ ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത് ആവണി ദോഷിയാണ്. നെക്സ്റ്റ്, വേൾഡ് ടൈഗർ പോപ്പുലേഷന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്? സോ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇന്ത്യയാണ് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈഗർ പോപ്പുലേഷൻ ഉള്ള കൺട്രി എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ടൈഗർ പോപ്പുലേഷന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 70% ആണ് വേൾഡ് ടൈഗർ പോപ്പുലേഷന്റെ. നെക്സ്റ്റ്, രാംനഗർ വൈൽഡ് ലൈഫ് സെഞ്ചുറി ഏത് സ്റ്റേറ്റിലാണ്? രാംനഗർ വൈൽഡ് ലൈഫ് സെഞ്ചുറി. സോ രാംനഗർ വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നെക്സ്റ്റ്, ഓക്കെ, ഗ്വാലിയർ ക്യാമ്പൽ ബെൽറ്റ് ഈ സംഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. ഈ ഒരു ഏരിയനെ കൾട്ടിവേബിൾ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഏത് ഓർഗനൈസേഷന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്? സോ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്കിന്റെ കൂടി ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് നമുക്കറിയാം. ആ ഒരു സംഭവം റീസെന്റ് ഒരു പുതിയ പവർ പ്ലാന്റ് ഏത് കൺട്രിയിലാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? സോ ആ കൺട്രിക്ക് വേണ്ടി നമ്മുടെ NTPC ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതെന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ് NTPC ഈ ഒരു സോളാർ പവർ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഈ ഒരു COVID-19 റിലീഫിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് മാൽദീവ്സിന് റീസെന്റ് നമ്മുടെ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ $16.2 മില്യൺ ലിക്വിഡിറ്റി സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഏത് ബാങ്ക്, ഇന്ത്യയിലെ ഏത് ബാങ്കാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്? സോ ഇത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏത് കൺട്രിയുടെ കൂടെ പാർട്ട്ണർഷിപ്പിലാണ് ഹൈ ക്വാളിറ്റി ഇന്നോവേറ്റീവ് ബിറ്റുമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്? സോ ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ആ കൺട്രി കൂടി ചേർന്നിട്ടുള്ള. അപ്പം അത് ഹൈ ക്വാളിറ്റി ബിറ്റുമിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് ഫ്രാൻസിന്റെ കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പം കാർബൺ ക്ലീൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് ഏത് ഓർഗനൈസേഷന്റെ കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയില് കംപ്രസ്ഡ് ബയോഗ്യാസ് വാല്യൂ ചെയിൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? സോ എന്ന് പറയുന്നത് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്സിന്റെ ഒരു സീരീസ് ആണ്, ഒരു ചെയിൻ ആണ് എന്ന് പറയുന്നത്. സോ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ കാർബൺ ക്ലീൻ സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ കൂടെ ചേർന്നിട്ട് ഗെയിൽ ഇന്ത്യ ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്.
നെക്സ്റ്റ്. ഓക്കെ, ഏത് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റിനാണ് ഇപ്പൊ റീസെന്റ് നമ്മളുടെ യുണൈറ്റഡ് നേഷന്റെ സെക്രട്ടറി ജനറലിന്റെ ആന്റണിയോ ഗുട്ടറസിന്റെ ന്യൂ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തത്? സോ ഇന്ത്യയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് അർച്ചന സോറങ്ങിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. നെക്സ്റ്റ്. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? സോ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 28 ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏത് കൺട്രിയിലാണ്? സോ അതെന്ന് പറയുന്നത് പാരീസിലാണ്. നെക്സ്റ്റ്. ഓക്കെ, റീസെന്റ് നേരത്തെ വന്ന യൂണിസെഫിന്റെ റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് സൗത്ത് ഏഷ്യൻ റീജിയനിൽ നിന്ന് മാത്രം ഈ ഒരു COVID-19 ഇത് കാരണം അതിന്റെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. ആ റിപ്പോർട്ട് കാരണം ചൈൽഡ് കെയർ, ഈ റിപ്പോർട്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയർ ഇൻ ഗ്ലോബൽ ക്രൈസിസ് ദി ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ വർക്ക് ആൻഡ് ഫാമിലി ലൈഫ് എന്നാണ്. അപ്പം ഇതില് ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ, എത്ര സ്റ്റുഡൻസിന്റെ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. സൗത്ത് ഏഷ്യൻ റീജിയന്റെ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സൗത്ത് ഏഷ്യൻ റീജിയനിൽ നിന്ന് 22 മില്യൺ ചിൽഡ്രൻസിന്റെ എയർലി എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു എയർലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അപ്കമിങ് അതിന്റെ മേളിലോട്ടുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ 22 മില്യൺ ചിൽഡ്രൻസിലെ എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്. ഓക്കെ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ജോയിന്റ് എക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റിയുടെ മീറ്റിംഗ് 2020 മീറ്റിംഗ് ഇപ്പൊ റീസെന്റ് നടന്നു. അപ്പൊ അത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? സോ അതെന്ന് പറയുന്നത് 14ാമത്തെ എഡിഷൻ ആയിരുന്നു. നെക്സ്റ്റ്. 4th എഡിഷൻ ഓഫ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്? സോ അത് നടക്കാൻ പോകുന്നത് ഹരിയാനയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ്. ദി ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൈൻ വേൾഡ്, ഈ ഒരു ബുക്കിന്റെ ഓതർ ആരാണ്? ഒരു ഷ്യൂർ ക്വസ്റ്റൻ ആണ് അപ്കമിങ് എക്സാംസിൽ. സോ ഈ ഒരു ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൂടിയായ എസ് ജയശങ്കറിന്റെ ബുക്കാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്. ക്വസ്റ്റ് ഫോർ റീസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ ഈ ഒരു ബുക്ക് ആടെയാണ്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫോമർ ഡെപ്യൂട്ടി RBIയുടെ ഫോമർ ഡെപ്യൂട്ടി ഗവർണർ കൂടിയായ വിറാൽ വി ആചാര്യയുടെ ബുക്കാണ് ഇതെന്ന് പറയുന്നത്. സോ അഗൈൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്. കാർഗിൽ വിജയ് ദിവസ് ഏത് ഡേയിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? സോ അതെന്ന് പറയുന്നത് നമ്മൾ 26 ജൂലൈയിലാണ് കാർഗിൽ വിജയ് ദിവസ് ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് ആന്റി ട്യൂബർക്കുലോസിസ് പ്രോഗ്രാമിന് വേണ്ടി ഇന്ത്യ 1 മില്യന്റെ മെഡിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു. ഏത് കൺട്രിക്കാണ് പ്രൊവൈഡ് ചെയ്തത്? സോ നമ്മുടെ ഇന്ത്യ $1 മില്യൺ US മെഡിക്കൽ അസിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് WHO പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോർത്ത് കൊറിയയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. നെക്സ്റ്റ്. വേൾഡ്സ് ഫസ്റ്റ് ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽസ് ദാറ്റ് ഫിറ്റ്സ് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ്, ഇത് ഏത് കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തത്? സോ ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. നെക്സ്റ്റ്. വേൾഡ് ക്ലാസ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഹണി ടെസ്റ്റിംഗ് ലബോറട്ടറി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റിലാണ്? അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഹണി ടെസ്റ്റിംഗ് ലബോറട്ടറി കൊണ്ടുവന്നത് ഇന്ത്യയിൽ. സോ അത് കൊണ്ടുവന്നത് ഗുജറാത്തിലാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ്. ഓക്കെ, 5 days സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് എക്സ്പോ 2020 ഏത് സ്റ്റേറ്റിൽ വെച്ചാണ് റീസെന്റ് നടന്നത്? സോ അത് നടന്നത് ഹരിയാനയിൽ വെച്ചാണ് നടന്നത്. നെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും റഷ്യയും കൂടി കൊളാബറേറ്റ് ചെയ്ത് ഒരു ജോയിന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്ത്യ എത്ര എമൗണ്ട് ആണ് ഇപ്പം അലോട്ട് ചെയ്തേക്കുന്നത്? ഇപ്പൊ ഇന്ത്യയുടെ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ അലോട്ട് ചെയ്തേക്കുന്നത് 50 crores ആണ് ഇപ്പൊ ഇന്ത്യ അലോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഒരു റീസെന്റ് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കൂളിംഗ് എമിഷൻ പോളിസി സിന്തസിസ് റിപ്പോർട്ട് എന്നാണ് അതിന്റെ പേര്. അതെന്ന് പറയുന്നത് നമ്മുടെ കൂളന്റ് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പം ഏതൊക്കെ ഓർഗനൈസേഷൻ ചേർന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? അപ്പൊ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കൂടെ ചേർന്നിട്ട് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം കൂടി ചേർന്ന് ഈ 2 ഓർഗനൈസേഷൻ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ്.
നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെന്റ് $400 million കറൻസി സ്വാപ്പ് ഫെസിലിറ്റി ഏത് കൺട്രി ആയിട്ട് ചെയ്തത്? സോ അത് ചെയ്തേക്കുന്നത് ശ്രീലങ്ക ആയിട്ടാണ്. $400 million കറൻസി സ്വാപ്പ് ആണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, RBIയുടെ റീസെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വന്നായിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഗ്രോസ് NPA നോൺ പെർഫോമിംഗ് അസറ്റിന്റെ പെർസെന്റേജ് 2021 മാർച്ച് ആകുമ്പോഴത്തേന് എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു നോൺ പെർഫോമിംഗ് അസറ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 12.5% ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 8.5% ആണ് ഉള്ളത്. അതിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് 12.5% ആകും എന്നാണ് പറഞ്ഞേക്കുന്നത് 2021 മാർച്ച് ആകുമ്പോഴത്തേന്. നെക്സ്റ്റ്, ഓക്കെ, വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് വാല്യൂഡ് എനർജി കമ്പനി ആയിട്ട് മാറിയത് ഏതാണ്? സോ നമ്മളിപ്പം റീസെന്റ് നേരത്തെ ബ്രാൻഡ് കണ്ടായിരുന്നു. ഇപ്പം എനർജി കമ്പനി, വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് വാല്യൂഡ് എനർജി കമ്പനി. സോ അതെന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ആ കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡിലെ മോസ്റ്റ് സർവൈൽഡ് സിറ്റീസിന്റെ ലിസ്റ്റ് റീസെന്റ് വന്നു 2021. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിറ്റിയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? അപ്പം ഇന്ത്യയിൽ നിന്നുള്ള സിറ്റി എന്ന് പറയുന്നത് ഹൈദരാബാദ് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ആൻഡ് വേൾഡ് റാങ്കിങ്ങിൽ ഏറ്റവും മുമ്പിലുള്ള സിറ്റി എന്ന് പറയുന്നത് ത്യുവാങ് എന്ന് പറയുന്ന ചൈനയിലുള്ള സിറ്റിയാണ് ഏറ്റവും മോസ്റ്റ് സർവൈൽഡ് സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതേ സംഭവം ഞാൻ ഇത് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം ചെയ്യുന്നത് 1000 പീപ്പിൾസിന് ഒരു ക്യാമറ എന്നുള്ള രീതിയിലുള്ള സർവൈലൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റാങ്കിങ് ചെയ്യുന്നത്. അപ്പം ഈ റാങ്കിങ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സിറ്റിയിലെ പോപ്പുലേഷനും കൺസിഡറേഷനിൽ വരും. സോ ഈ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഏത് സിറ്റിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് സിറ്റി ആയിട്ട് വന്നത്. അപ്പൊ റാങ്ക് 1 വന്ന സിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി റാങ്ക് 1 വന്നത് ടോക്കിയോ ആണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി. ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിറ്റിയാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? സോ അതെന്ന് പറയുന്നത് ഡൽഹി ആണ്. ആൻഡ് വേൾഡ് റാങ്കിങ്ങിൽ ഡൽഹി എന്ന് പറയുന്നത് 2ാമത്തെ റാങ്കിലാണ്. അപ്പൊ ഫസ്റ്റ് ടോക്കിയോയും സെക്കൻഡ് ഡൽഹിയാണ്. ആൻഡ് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയാണ് ഏറ്റവും മുമ്പിൽ. സോ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് 1 വീക്കിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സും അതിന് തൊട്ട് മുമ്പുള്ള വീക്കില് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീക്കിൽ കണ്ട കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിലെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആ ഒരാഴ്ചത്തേക്കുള്ള 50 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്കമിംഗ് എക്സാംസിൽ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നമുക്ക് ഇനിയിപ്പോ അടുത്ത വീക്കെൻഡ് വീണ്ടും കാണാം. ഈ വരുന്ന ആഴ്ചയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.